ഇഫക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ ഈ സമരം എല്ലാ ദിവസവും ഇവിടെ കടന്നു വരികയും ഇതിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ അജയ് തരലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അഭിമാനം ശ്രീ KC വേണുഗോപാൽ MP, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാലിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാർ ശ്രീ അബ്ദുൽ മുത്തലിബ് അടക്കം, ശ്രീ KP കുമാർ, ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, അതുപോലെ തന്നെ ശ്രീ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, INTUCയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസഫ്, ശ്രീ വർക്കല കഹാർ, ശ്രീ മണക്കാട് സുരേഷ്, ശ്രീ ശിവകുമാർ അടക്കമുള്ള ഒട്ടനവധി നേതാക്കന്മാർ, ഒരുപാട് ശ്രീ ലിജു നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും KPCCയുടെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചുകൊണ്ട് സംഘടനാ ചുമതല നിർവഹിക്കുന്ന ശ്രീ ലിജു, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും ഇവിടെ വരികയും ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് എല്ലാ ദിവസവും എത്തിച്ചേർന്ന CM ലിജു പ്രത്യേക സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ GN പ്രതാപൻ മുൻ MP, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. സ്നേഹിതരെ, ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രമീള, കൃഷ്ണകുമാരി, ബിന്ദു NS, ബിന്ദു TK, ശ്രീ കുമാർ, ശ്രീമതി ലത, ശ്രീമതി സരള, സീനാബായി, ശ്രീ R നാരായണൻ, അഡ്വക്കേറ്റ് സത്യൻ, ശ്രീ അനിത രാജു, ശ്രീ ബിന്ദു ഫ്രാൻസിസ്, ശ്രീമതി ഐഡാമ്മ, ശ്രീമതി ഗോമതി, ശ്രീമതി സീതാലക്ഷ്മി, ശ്രീമതി ലതിക ഉൾപ്പെടെ ശ്രീ റോയ്, ശ്രീമതി ജയ്ഷ, ശ്രീമതി ലൈല ബേബി, ശ്രീമതി പത്മിനി, ശ്രീമതി അനിത CS, ശ്രീ അനിത രാജ, ശ്രീമതി അന്ന എബ്രാഹിം അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. സ്നേഹിതരെ, ഇവിടെ എത്തിച്ചേർന്ന മറ്റെല്ലാ സഹപ്രവർത്തകരെയും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന പത്രപ്രവർത്തകര്, എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകര്, എത്തിച്ചേർന്ന മറ്റ് മഹിളാ കമ്മീഷന്റെ നേതാക്കന്മാര്, എത്തിച്ചേർന്ന INTUCയുടെ നേതാക്കന്മാര്, ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കന്മാര്, എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും എല്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ അടക്കം, അദ്ദേഹം ഈ സമരം തുടങ്ങിയ സമയം മുതൽ നമുക്ക് പിന്തുണയായി ഇവിടെ ഉണ്ട്. മുഴുവൻ നേതാക്കന്മാരെയും, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങള്, മുന്നോട്ടുള്ള പരിപാടികൾ എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചെല്ലാം സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും. ഞാൻ ആദ്യമായി ഇവിടെ എല്ലാ ദിവസവും, മിക്കവാറും ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്ന് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, മുൻ തൃശൂർ MP-യും മുന്നിൽ രാപ്പകൽ സമരം നടത്തി വരുന്നതിന്റെ 13ാം ദിനമാണെന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ അംഗൻവാടി ജീവനക്കാരുടെ ഈ സമരം. തൊട്ടപ്പുറത്ത് ആശാ വർക്കർമാരായ നമ്മുടെ സഹോദരിമാർ നിരവധി ദിവസങ്ങളായി അവിടെ സമരം നടത്തി വരികയാണ്. ഈ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് 20 സാമ്പത്തിക പരിപാടി പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി അംഗൻവാടി എന്നൊരു ആശയം കടന്നു വരുന്നത്.
അംഗൻവാടി എന്ന് പറയുന്നത് മുഴുവൻ ഗ്രാമനഗരങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ, പ്രത്യേകിച്ചും മുലയൂട്ടുന്ന അമ്മമാരുൾപ്പെടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവരെല്ലാം പരിപോഷിപ്പിക്കുന്ന, സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരു ദേശീയ പദ്ധതിയാണ്. അത് സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പിന്തുണ കൂടി ലഭിക്കപ്പെടുന്ന മഹത്തായ ഇന്ദിരാഗാന്ധിയുടെ ആശയമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട്, എല്ലാ നഗരങ്ങളിലുമുണ്ട്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സ്വന്തം അമ്മമാർ പരിപാലിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മക്കളെ സംരക്ഷിക്കുന്ന അമ്മമാരാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് കാണിക്കേണ്ടത് ആരുടെയും ഔദാര്യമല്ല, അംഗൻവാടി ജീവനക്കാർക്ക് ന്യായമായ അംഗീകാരവും കൊടുക്കേണ്ടത് അവരുടെ അവകാശമാണെന്ന് INTUC കോൺഗ്രസ് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അംഗൻവാടി ജീവനക്കാർക്ക് കൂടുതൽ പിന്തുണ സംസ്ഥാന ഗവൺമെന്റുകൾ നൽകിയിട്ടുണ്ട്. പല ഗവൺമെന്റുകളും രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ നമുക്ക് എതിർപ്പുള്ള, വ്യത്യസ്തമായ ആശയമുള്ള പല ഗവൺമെന്റുകളും അംഗൻവാടി ജീവനക്കാർക്ക് ആവശ്യമായ പിൻബലം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകളുടെ പിൻബലം ഇവിടെ പല അംഗൻവാടി ജീവനക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളായ അംഗൻവാടി ജീവനക്കാർക്കുണ്ട്. അവർക്കറിയാം, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ പ്ലാൻ ഫണ്ടിലും അവരുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടി ജീവനക്കാർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ കേരള ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അംഗൻവാടി ജീവനക്കാരോട് എന്തെന്നില്ലാത്ത ക്രൂരത കാണിക്കുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന് നോക്കൂ, രാവിലെ 9 മണിക്ക് മുൻപായി വീട്ടിൽ നിന്ന് പോരും. രാവിലെ 9 മണിക്ക് മുൻപായി വീട്ടിൽ നിന്ന് വന്ന് 3:30 മണിക്കും 4 മണിക്കും ശേഷമാണ് അംഗൻവാടി ജീവനക്കാർ തിരിച്ചു പോകുന്നത്. അതുവരെ അംഗൻവാടികളിലെ കുട്ടികൾ 3 വയസ്സിനും 4 മക്കളെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തുടങ്ങി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമാണ് പിന്തുണയ്ക്കുന്നത്. അവർക്ക് പോഷകാഹാരം കൊടുക്കുന്നു. ഈ മക്കളെ പാട്ടുപാടിയും കഥ പറയിപ്പിച്ചും അവരുടെ ബുദ്ധി വളരുന്ന കാലത്ത് അമ്മയായി പരിലാളിക്കുന്നവരാണ് ഈ അംഗൻവാടി ജീവനക്കാർ. എന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി അധ്യാപകരെക്കാൾ വലിയ ജോലി, വലിയ ത്യാഗമാണ് അംഗൻവാടി ജീവനക്കാർ നൽകുന്നത്. പ്രൈമറി അധ്യാപകർക്ക് ഈ ത്യാഗമില്ല. ഈ പ്രൈമറി അധ്യാപകർ ഒരുപക്ഷെ അംഗൻവാടി ജീവനക്കാരായ ഹെൽപ്പർമാരും വർക്കർമാരും പരിലാളിച്ച ഈ മക്കളെ നോക്കല് മാത്രമാണ് പ്രൈമറി സ്കൂളിലെ ടീച്ചർമാർക്കുള്ളത്. അതുകൊണ്ട് INTUCയുടെയും കോൺഗ്രസിന്റെയും ഡിമാൻഡ് അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡ്. ടീച്ചർമാർക്ക് നമ്മുടെ സ്കൂളുകളിൽ പ്രൈമറി ക്ലാസ്സുകളുണ്ട്. ഇപ്പോ 1ാം ക്ലാസ്സിന് മുമ്പ് പല സ്കൂളിൽ പ്രീ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പ്രീ ക്ലാസ്സിലെ അധ്യാപകരെ ഗവൺമെന്റ് ഇപ്പോ അംഗീകരിക്കുന്നു. പ്രീ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് കൂടുതൽ സഹായം കൊടുക്കുന്നു. എന്നാൽ പ്രീ ക്ലാസ്സുകളിലെ അധ്യാപകരെക്കാൾ യഥാർത്ഥത്തിലുള്ള അധ്യാപനം തുടങ്ങുന്നത് ഈ നിൽക്കുന്ന അമ്മമാരും സഹോദരിമാരുമായ അംഗൻവാടിക്കാരാണ്. അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുന്നു, ഈ സർക്കാരിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. നമ്മൾ എത്ര സമരം നടത്തിയാലും കണ്ണില്ലാത്ത, കരളില്ലാത്ത, ഹൃദയമില്ലാത്ത ഒരു ദുഷ്ടനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. മനുഷ്യത്വമില്ലാത്ത ഒരാൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അവർക്ക് മനുഷ്യന്റെ വികാരം തിരിച്ചറിയില്ല, രണ്ടാളുടെ വികാരം തിരിച്ചറിയും. മകളുടെയും മരുമകന്റെയും മനസ്സ് മാത്രം അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇവരിൽ നമുക്ക് വിശ്വാസമില്ല. നിങ്ങൾ എണ്ണിക്കോ, ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MP-യുമായ KC വേണുഗോപാൽ ഇവിടേക്ക് വരികയാണ്. ഈ സമരം നിങ്ങൾ കൗണ്ട് ഡൗൺ പ്രഖ്യാപിച്ചോളൂ. 2026 ജൂൺ മാസത്തിൽ UDF-ന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റ് കേരളത്തിൽ വരും. അന്ന് അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ പ്രഖ്യാപിക്കും. കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് ആവശ്യമായ ക്ഷേമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് പെൻഷൻ വർദ്ധിപ്പിക്കും. നിങ്ങൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും. ആരും കാണാതെ, തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ കൂടെ നിർത്തി സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും.
എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ അജയ് തറയിൽ കാണിക്കുന്ന ഈ ത്യാഗ സമരത്തിന് നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നല്ല നേതാവുണ്ട് അജയ് തറയിൽ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമരം ലക്ഷ്യം കാണും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പ് 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 KPCCയുടെ പരിപൂർണമായ പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. താങ്ക് യു പ്രതാപൻ. ശ്രീ പഴകുളം മധു. പ്രിയങ്കരനായ സമരനായകൻ അംഗൻവാടി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അജയ് തറയിൽ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ സംസ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ, ഈ അംഗൻവാടി സമരത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഡൽഹിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് ഇന്നലെ വന്ന് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തി. അംഗനവാടി ജീവനക്കാരുടെ മുമ്പിൽ താഴെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ആണ് അഡ്വക്കേറ്റ് ജബി മേത്തർ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ജബി മേത്തർക്ക് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ശ്രീ അജയ് തറയിൽ, നേതാക്കന്മാരെ, സഹോദരിമാരെ, കേരളത്തിലെ ആയിരക്കണക്കിന് അംഗൻവാടി ജീവനക്കാരുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദിവസങ്ങളോളമായി ഈ ഭരണസിരാ കേന്ദ്രത്തിൽ ഈ പ്രക്ഷോഭ പരിപാടി നടക്കുന്നത്. ഇതെല്ലാം കാണേണ്ട വനിതയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇതൊന്നും കാണാതെ, ഇതൊന്നും അറിയാതെ നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെയാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. എനിക്ക് അവരോട് പറയാനുള്ളത്, 700 രൂപയെങ്കിലും ന്യായമായും കുടുംബിനികളായ ഈ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതല്ലേ? നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തുന്ന ഭരണത്തിന്റെ സുഖലോലുപതയൊന്നും ഇവർക്ക് കിട്ടുന്നില്ലല്ലോ, ഒരാനുകൂല്യവും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ തൂക്കിയിരിക്കുന്ന എംപോറിയോ അർമാനിയയുടെ 100 തുകയെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? അർമാദിക്കെന്ന് കേട്ടിട്ടുണ്ട്. അർമാനിയ തൂക്കി അർമാനിക്കുകയാണ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി. അവർക്ക് മനുഷ്യത്വമാണ് വേണ്ടത്, അർമാദിക്കലല്ല വേണ്ടത്. അവരുടെ നിലപാട് അന്തസ്സോടെ ഈ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്ത്രീകൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുമ്പോ 0 to 5 ഏജ് ഗ്രൂപ്പിലുള്ള ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ നോക്കുന്നത്. അവരുടെ സ്വഭാവ രൂപവൽക്കരണം ഉൾപ്പെടെ, അവരുടെ ബുദ്ധി വികാസം ഉൾപ്പെടെ, അവരുടെ ശാരീരിക വികാസം ഉൾപ്പെടെ എല്ലാം ഈ അമ്മമാരുടെ കൈകളിലാണ്. എന്നിട്ടും ഒരു അമ്മയായ വീണ ജോർജിന് മനസ്സലിവുണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം രാജസേവ മാത്രമാണ് അവരുടെ താല്പര്യം. രാജാവിനെ വാഴ്ത്തുക, രാജാവിനെ പുകഴ്ത്തുക, രാജാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക. അവരുടെ പണി ഇപ്പോ അവർ ഭരിക്കുന്ന വകുപ്പിലെ ക്ഷേമം അന്വേഷിക്കുകയല്ല. പത്തനംതിട്ടയിൽ ഈ ആരോഗ്യമന്ത്രി കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്നു. നിങ്ങൾ നിവേദനവുമായി ചെല്ലുമ്പോ നിങ്ങളെ ആട്ടി പുറത്താക്കുന്നു. രാജിവെച്ച് പുറത്തു പോകണം. പ്രതിദാനം ചെയ്യുന്ന ജീവനക്കാരുടെ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മന്ത്രിയായ ശ്രീമതി വീണ ജോർജ് ഈ അധികാര സിംഹാസനം വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം. പിണറായി വിജയനെ ഭയന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് അവർ നടത്തുന്ന തെറ്റായ പ്രവർത്തനമാണ്. അജയ് തറയിലിനെ പോലെ ഒരു ശക്തനായ നേതാവ് ഈ സംസ്ഥാനത്തെ ആരും പരിഗണിക്കാത്ത ഒരു മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് ഈ സമരം കേരളം ശ്രദ്ധിച്ചത്. നിങ്ങളുടെ സമരം കേരളം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ വീടുകളിൽ ചർച്ചയൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല. അംഗൻവാടിക്കാരെ കുറിച്ച് വല്ലതും പറയുന്നതാണ് അമ്മമാരും നമ്മുടെ സഹോദരിമാരും ശ്രദ്ധിക്കുന്നത്. ഈ സമരം ആളിക്കത്തും. 21,000 രൂപ നിങ്ങൾക്ക്
മാസ ശമ്പളം തരണം, എന്തുകൊണ്ട് തന്നുകൂടാ? ഈ സംസ്ഥാനത്തെ എന്തെല്ലാം ദൂർത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1,30,000 കോടി മാത്രം ഈ കേരളത്തിന് പൊതുകടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 5.25 ലക്ഷം കോടിയായി ആ കടം മാറ്റിയ പിണറായി വിജയൻ എന്തു ചെയ്തു? ആർക്ക് കൊടുത്തു? ഈ പണമെല്ലാം എന്തിനുപയോഗിച്ചു എന്ന് അംഗൻവാടി ടീച്ചർമാരോടും വർക്കർമാരോടും പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരു പുല്ല് പോലും കിളച്ചിട്ടില്ല. ഈ അധികാര സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന അല്പന്മാരുടെ ഭരണം കേരളത്തെ കൊള്ളയടിക്കുകയാണ്, കണക്കിടിയിലാക്കുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലെയും കേരളത്തിലെയും ദുർഭരണത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഈറ്റപ്പുലിയെ പോലെ നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിനെതിരായി സന്ധയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായും ആഞ്ഞടിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും നടത്തുന്ന പടയോട്ടത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിൽ നിങ്ങളെ കാണാൻ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ വരുന്നത്. ഈ സമരം ഇനി വാടിപ്പോകില്ല, ഈ സമരം തളർന്നു പോകില്ല. ശ്രീ കെ സി വേണുഗോപാൽ ഈ സമരപ്പന്തലെത്തിയാൽ ഈ സമരം ആളിക്കത്തും എന്നാണ് അതിന്റെ അർത്ഥം. സമരം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ അജയ് തറയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വനിതകൾ കേരളത്തിൽ നടത്തുന്ന ഈ ഉജ്ജ്വലമായ പോരാട്ടം വിജയം കാണും വരെ മുൻപോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ വന്നതിന് ശേഷം പറയുന്ന 2-3 കാര്യങ്ങൾ മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോവുകയാണ്. കാരണം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു 2 മണിക്ക് ആലപ്പുഴ എത്തേണ്ടതുണ്ട്. നമ്മൾ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിവേദനം ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കൺസലേഷൻ വിളിച്ചു. അതിൽ കുറെ കാര്യങ്ങൾ അംഗീകരിച്ചു തന്നു. പക്ഷെ അത് തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ വകുപ്പ് മന്ത്രിയും വിളിച്ചു ചേർത്ത ഒരു ചർച്ചയിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുകയും ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കുക, അംഗനവാടി ജീവനക്കാരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക, ഈ 2 കാര്യങ്ങൾ സ്കീം ജീവനക്കാരെന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടി ഉള്ളത് കൊണ്ട് 3 മാസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം എന്നാണ് അവർ ഇന്നലെ നമ്മളെ അറിയിച്ച ഒരു കാര്യം. ഒരു കമ്മിറ്റി 10 ദിവസത്തിനുള്ളിൽ അംഗൻവാടി ജീവനക്കാരെ കുറിച്ച് നമ്മൾ വെച്ച മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാൻ കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തുകൊണ്ട് അംഗൻവാടി ജീവനക്കാരുടെ ശാശ്വതമായ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലും അതുപോലെ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. പെൻഷൻ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുത്തു. 11 കോടി രൂപ അവർ അഴിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി 37 കോടി രൂപ നമുക്ക് കിട്ടാനുള്ള പെൻഷൻ ആനുകൂല്യ കുടിശ്ശിക 3 മാസത്തിനുള്ളിൽ നൽകിക്കൊള്ളാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഒരു മറുപടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു സമീപനമാണ് ഗവൺമെന്റ് ഈ ഭാഗത്ത് എടുത്തിട്ടുള്ളത് എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ മാർച്ച് നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച്
എന്ന ഒരു ചിന്തയിൽ നിന്നും ഇതൊരു മാർച്ച് മാത്രമാക്കി മാറ്റിക്കൊണ്ട് ഈ മാർച്ച് ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാൽ അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ അജയ് താറെ, DCC പ്രസിഡന്റ് പാലോട് രവി, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് JB മേത്ത, ശ്രീ ശിവകുമാർ, വർക്കിംഗ് പ്രസിഡന്റ് പ്രതാപൻ, KPCC ജനറൽ സെക്രട്ടറി, ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, അംഗൻവാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന INTUCയുമായി ബന്ധപ്പെട്ട സഹോദരിമാര്, വർക്കേഴ്സും ഹെൽപ്പേഴ്സുമായിട്ടുള്ളവരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ത്യാഗപൂർണമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നാട്ടിലിപ്പോൾ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന, അത് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സ് ആയാലും, ആശാ വർക്കേഴ്സ് ആയാലും, തൊഴിലുറപ്പ് തൊഴിലാളികളായാലും, അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയും ഉള്ള വേതനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ത്യാഗപൂർണമായ സമരം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടോ എന്നറിയില്ല, പക്ഷേ അജയ് തറയിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്നലത്തെ ചർച്ചയിൽ വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഉജ്ജ്വല വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ. അതിന് ഇത്ര ദിവസം നിങ്ങളെ കടത്തേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ആശങ്കയായിട്ട്. ഗവൺമെന്റുകളുടെ പ്രയോറിറ്റി, മുൻഗണന എവിടെയാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരുകൾ മുൻഗണന കൊടുക്കേണ്ടത്? പ്രത്യേകിച്ചും അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സർക്കാർ അവരുടെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് ആ മുൻഗണനകൾ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഉയരുന്ന ചോദ്യം. അത് അംഗൻവാടി പ്രവർത്തകരായാലും, ആശാ വർക്കേഴ്സ് ആയാലും, തൊഴിലുറപ്പ് തൊഴിലാളികളായാലും, അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും, കശുവണ്ടി തൊഴിലാളി ആയാലും, കയർ തൊഴിലാളി ആയാലും, തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് കുടുംബം പുലർത്തേണ്ടവരാണ് അവരെല്ലാവരും. ഒരു അംഗനവാടി വർക്കറും ഹെൽപ്പറും എനിക്ക് നന്നായിട്ട് അറിയാം. അവരും ഒരു സാധാരണ LP സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ജോലി വ്യത്യാസം എന്താണുള്ളത്? വർക്കറും ഹെൽപ്പറുമാണ് പേര് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അതേ നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അംഗനവാടി സഹോദരിമാരും. അപ്പോ അവരുടെ ശമ്പളം കൊടുക്കുക മാത്രമല്ല, ശമ്പളം കൊടുത്താൽ അംഗനവാടികൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം, ശമ്പളത്തിൽ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് പലപ്പോഴും അവരുടെ വലയിൽ വന്നു ചേരുന്നത്. അവിടെ ആ സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല, സമയത്തിന് സൗകര്യങ്ങൾ ഉണ്ടാവില്ല, കെട്ടിടത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, പലപ്പോഴും ആ ചാർജ് കൊടുക്കില്ല. വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത് ഈ കിട്ടുന്ന 12,000 രൂപയിൽ നിന്നായിരിക്കും പലപ്പോഴും. പിന്നീട് എപ്പോഴെങ്കിലാണ് തിരിച്ചു കൊടുക്കുക. അതുപോലെ കുട്ടികളുടെ ആഹാരത്തിന്റെ കാര്യത്തില്. അപ്പൊ അടിസ്ഥാനപരമായി എന്റെ ചോദ്യം അവിടെയാണ്. ഈ പാവപ്പെട്ട ആരാണ് അംഗനവാടികളിൽ പോകുന്നത്? അംഗനവാടിയിൽ പോകുന്നത് ആരാണ്? പൈസക്കാരുടെ മക്കൾ ആരും അംഗനവാടിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് പോകാൻ പ്ലേ സ്കൂളുകളുണ്ട്, LKG UKG സ്ഥാപനങ്ങളുണ്ട്, പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് സ്വകാര്യമായി. അംഗനവാടി എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിലാണ് അവർ പോകുന്നത്. അവിടുത്തെ അമ്മമാരാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ അംഗനവാടികളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഇന്ത്യ രാജ്യത്ത് മാൽ ന്യൂട്രീഷൻ മൂലം നിരവധിയായിട്ടുള്ള അമ്മമാർ മരണപ്പെടുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വൈകല്യത്തോടെ ജനിച്ചു വീഴുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണ് ICDS എന്ന് പറയുന്ന ഈ മഹത്തരമായ പദ്ധതി, ഈ നാടിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി.
ആ ICDS പദ്ധതി എന്തുമാത്രം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് എന്തുമാത്രം സഹായകരമായ കാഴ്ചപ്പാടാണ്. അതിനെ പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾക്കുണ്ട്. അത് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് താല്പര്യമാണ് അവർ കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഗുജറാത്തിലത്തെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി. അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം. ആ കേസിന് അപ്പീലിലേക്ക് പോകാൻ പോവുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ആ വിധിക്കെതിരെ അപ്പീല് പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒരു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയെങ്കിലും വിധി പറഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീല് പോകുന്നവരുടെ മനസ്സാക്ഷി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, മിനിമം വെജ് കൂലി കൊടുക്കാൻ പറ്റില്ല. അഡാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി രാജ്യം വിറ്റഴിക്കാൻ അവർക്കൊരു മടിയുമില്ല. പാവപ്പെട്ട അംഗനവാടിക്കാരെ തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ കോടതി പറഞ്ഞാൽ പോലും അതിനെതിരെ അപ്പീല് പോകുമെന്നാ പറയുന്നത്. എന്തൊരു ന്യായമാ, എന്തൊരു നീതിയാ? അപ്പൊ ഇത് സത്യത്തിൽ കേന്ദ്രവും കേരളവും രാജ്യത്തെ അടിസ്ഥാനപരമായി തൊഴിലാളി താല്പര്യങ്ങൾക്ക് എതിരായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി ആഭിമുഖ്യമുള്ള ഗവൺമെന്റ് ആണെന്നാ പറയാനുള്ളത്. വർഗ സമരത്തിലൂടെ രംഗത്ത് വന്ന ആളുകളാണല്ലോ രാജ്യം ഭരിക്കുന്നവര്. പക്ഷേ ഇപ്പൊ തൊഴിലാളി സമരങ്ങളോട് പരമ പുച്ഛമാണ് നമ്മുടെ സഖാക്കളായിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ. തൊഴിലാളി സമരങ്ങൾ കേട്ടാൽ അവർക്ക് അപ്പൊ അലർജി വരും, അവർക്ക് പുച്ഛമാണ്. രണ്ട് ചീത്ത വിളിച്ചാല് രാവിലെ എഴുന്നേറ്റ് മൈക്കിന് മുമ്പിൽ വന്ന് രണ്ട് ചീത്ത സമരങ്ങൾക്കെതിരായി വിളിക്കലാണ് നമ്മുടെ മന്ത്രിമാരുടെ ദൈനംദിന പരിപാടി. എന്ത് മാറ്റമാണ് ഈ മാറ്റം? എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായി? പാവപ്പെട്ട കയറി പിരിക്കുന്ന തൊഴിലാളിയും കശുവണ്ടി തൊട്ടെടുക്കുന്ന തൊഴിലാളിയും ലാവന്തിയോളം കടലിൽ പോയി കിടന്ന മത്സ്യത്തൊഴിലാളിയും ഇവരൊക്കെ ആയിരുന്നില്ലേ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു നടക്കുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത്? അപ്പൊ അവരുടെയൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിനാരെങ്കിലും സെക്രട്ടേറിയറ്റ് വന്ന് സമരം ചെയ്താൽ പരമപുച്ഛം, അവഹേളനം, അവജ്ഞ, ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഗുരുതരമായിട്ട്. അവർ വൈകിട്ടെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് ഞാൻ സമ്മതിക്കാം, ആ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷെ നടപ്പിൽ വന്നിട്ട് ആ കാര്യങ്ങളെ പൂർണ്ണമായി സ്വാഗതം ചെയ്യാൻ തയ്യാറാകണ്ടു എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആശാവർക്കർമാർക്കും ഇവർ പല വാക്കും കൊടുത്തിട്ടുണ്ട്. മറ്റു മേഖലയിൽപ്പെട്ട കയർ തൊഴിലാളിക്ക് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, എന്ത് നടപ്പാക്കി? അതിനകത്ത് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആ മുൻഗണന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കത്തക്കവണ്ണമുള്ള ഒരു പാരമ്പര്യം പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം കളഞ്ഞു വിളിച്ച സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമനിധി ബോർഡുകളിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി 14 മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ക്ഷേമനിധി, നിങ്ങളുടെ ക്ഷേമനിധി പെൻഷൻകാർക്ക് അംഗനവാടി പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട് ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇതെന്താ അറിയാ നിങ്ങള്? ഈ കുടിശ്ശിക ആക്കി വെച്ചിട്ട് ഇലക്ഷൻ വരുമ്പം കൈക്കൂലിയായിട്ട് ഈ കുടിശ്ശിക ഒന്നായിട്ട് തന്നിട്ട് ഔദാര്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഒരു ഔദാര്യം. നിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ കുടിശ്ശിക പാവപ്പെട്ടവർക്ക് അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു മുറുക്കിയിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇവരുടെ ഔദാര്യമാണോ? ഇതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളല്ലേ? തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ നാട്ടിലുണ്ടാക്കിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ? അപ്പൊ ആ ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരുന്നാൽ അത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കാതെ ആ സമരത്തെ പുച്ഛിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പോരാട്ടത്തിന് വിജയം കണ്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പക്ഷെ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കണ്ട. കാരണം ഇത് കയ്യിലെത്തുന്നത് വരെ ശക്തമായ നടപടികളുമായി നിങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം അചഞ്ചലമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് അംഗനവാടി സമരം മാത്രമായിട്ടുണ്ടല്ല, INTUC സമരമായതുകൊണ്ട് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് സമരത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണക്കുമെന്നുള്ളതാണ് നടപടി. അതിൽ ഏത് തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്നു എന്ന് മാത്രം നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ന്യായത്തിന്റെ കൂടെ നിൽക്കും. ന്യായം എവിടെയാണോ ആ ന്യായത്തിന്റെ കൂടെ നിൽക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്യായം എവിടെ കണ്ടാലും എതിർക്കും. ദുർഭരണം എവിടെ ഉണ്ടായാലും അതിനെ എതിർക്കും. അത് മോഡി നടത്തിയാലും അത് പിണറായി വിജയൻ നടത്തിയാലും ഒരുപോലെ എതിർക്കാൻ ചങ്കൂറ്റമുള്ളവരാണ് നമ്മളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ യൂണിയൻ സഹിച്ചിട്ടുണ്ട്. അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇനിയുള്ള നാളുകളിലും ആ ഒരു സമരവീര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആത്യന്തികമായ ലക്ഷ്യം അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും തൊഴിലാളികളെ പ്രഖ്യാപിച്ച് അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് മാന്യമായ ശമ്പളം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറപ്പു പറയുന്നു, നമ്മുടെ പ്രകടന പത്രികയിൽ 2024 പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടും ഇത് പറഞ്ഞതാണ് കോൺഗ്രസ്. അംഗനവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും ശമ്പളം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും, മാന്യമായി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ പോരാട്ടമായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ അത്യുജ്വലമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ജില്ലാ കോൺഗ്രസ് ഞാനിവിടെ പലതവണ പ്രസംഗിച്ച ആളാണ്. സമരത്തിന് വിലയുണ്ട് എന്ന് ശ്രീ അജയ് പറയും നേതൃത്വം കൊടുത്ത ഈ സമരം ഇവിടെ തെളിയിച്ചിരിക്കുന്നു. സമരത്തിന് മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ. ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാ പോരാളികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാലിന് ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെ അഭിസംബോധന സംസാരിക്കാൻ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജബി മേത്രയെ ഞാൻ ക്ഷണിക്കും. ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ മതി, ആള് കാണണം. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ മാർച്ച് നമ്മള് ഇവിടെ നിന്ന് ആരംഭിച്ച് ഇതിലെ കറങ്ങി തിരിച്ച് ഇതിലെ വന്ന് തിരിച്ച് ഇവിടെ തന്നെ വന്ന് അവസാനിക്കുന്നു. നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിലേക്ക് മാർച്ച് പോകുന്നില്ല. കാരണം 3 മാസത്തെ അവധി നമ്മൾ ഈ സമരത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ കൃത്യമായ ഒരു പേപ്പർ റിപ്പോർട്ട് നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. വാക്കാൽ മാത്രമല്ല, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമ്മൾ ഇന്ന് സെക്രട്ടറി മാർച്ച് നടത്തുന്നില്ല. നമ്മളുടെ മാർച്ച് ഇവിടെ മാത്രം ഈ സ്റ്റാച്യുവിൽ കറങ്ങി ഇവിടെ വന്ന് അവസാനിക്കുന്ന മാർച്ചായിട്ട് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ജബി മേത്തർ കഴിഞ്ഞ 6 മാസമായി കേരളം മുഴുവനുമുള്ള എല്ലാ മണ്ഡലങ്ങളിലുമുള്ള പര്യടനത്തിലാണ്. മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഓരോ പഞ്ചായത്തിലെയും വനിതകളെ നേരിട്ട് കാണാൻ വേണ്ടി ഓരോ പഞ്ചായത്തിൽ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 6 മാസമായി അവർ അങ്ങനെ യാത്രയിലാണ്. പാർലമെന്റ് സമ്മേളനം ഉള്ളപ്പോൾ മാത്രമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇന്നലെ എന്നോട് പറഞ്ഞു, അതേ ചേട്ടന്റെ സമരത്തിന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരും. ഇന്ന് ട്രിവാൻഡ്രത്ത് വന്ന് താമസിച്ച് ഇവിടെ പങ്കെടുത്തിട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളെ അഭിവാദ്യം ചെയ്ത് ശ്രീമതി ജബി മേത്ത സംസാരിക്കുന്നു.
ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്, ഞാൻ പറയാൻ വലിയ കാര്യം പറയാൻ വിട്ടുപോയി. അംഗനവാടി ജീവനക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് രാജ്യസഭയിൽ നമുക്ക് വേണ്ടി ശ്രീമതി ജബി മേത്തറാണ് പ്രസംഗിച്ചത് 2 പ്രാവശ്യം. പക്ഷെ ആ പ്രസംഗിച്ചത് മുഴുവൻ നമ്മുടെ ഗ്രൂപ്പിലും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വിട്ടു. അതുപോലെ പാർലമെന്റ് അംഗങ്ങളായ ശ്രീ അടൂർ പ്രകാശ്, കഴിഞ്ഞ ദിവസം ശ്രീ VK ശ്രീകണ്ഠൻ, കേരള നിയമസഭയിൽ നിരവധി നേതാക്കന്മാർ അവിടെ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട അംഗൻവാടി ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഈ സമരവീര്യത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നേതൃത്വം കൊടുക്കുന്ന ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലടി നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന പ്രഖ്യാപനവുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടാൻ ധൈര്യം കാണിച്ച, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തീരുമാനിച്ച, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു പരിധിവരെ പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്, നിങ്ങളുടെ സമരത്തിന് അനുഭാവപൂർണമായ സമീപനം ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സംശയവും വേണ്ട. ഇവിടെ ഈ മഴയത്തും വെയിലത്തും മഞ്ഞത്തും നിങ്ങൾ ഈ സമരവീര്യ പോരാട്ടത്തിനുള്ള ആർജവം കാണിച്ചത് കൊണ്ടാണ്. അതിനുള്ള ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട മുഴുവൻ അംഗൻവാടി സഹോദരിമാർക്കും ആദ്യം തന്നെ നേരുകയാണ്. ഈ സർക്കാർ കണ്ണടച്ച് എത്ര കാലം ഈ സമരത്തിനെതിരെ പുച്ഛിക്കും എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. ഈ അനുഭാവപൂർണമായ ഒരു സമീപനം സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാവുന്നു. ഇത്രയും നാൾ ഇവിടെ എവിടെയായിരുന്നു? നിങ്ങൾ എത്ര കാലമായിട്ടാണ് ഈ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്? 2016 ഓണറേറിയം കൂട്ടിയതിനു ശേഷം ഈ ബഡ്ജറ്റിൽ കൂട്ടി എന്ന് പറഞ്ഞതല്ലാതെ നിങ്ങൾക്കുള്ള കുടിശ്ശിക തരാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ സമരം തന്നെയാണ് അതിന് തറയിലെ മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, നിശബ്ദത ഒരിക്കലും ഒരു സഹായമാകില്ല. നമ്മൾ ശബ്ദിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കേരളത്തിന് ഇന്നൊരു പാഠമായിരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം ഈ മനസ്സ് കല്ല് പോലെ ആയിരിക്കുന്ന സർക്കാരിന് പോലും ഇളക്കമുണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ അംഗീകാരം തന്നെയായി കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആശാവർക്കർമാർ തൊട്ടപ്പുറത്ത് സമരത്തിലാണ്. നമ്മൾ അവരോടും പൂർണ്ണമായും അവരോടൊപ്പമാണ്. കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും ഈ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ആശാവർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ്. അവർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത്. കേരളത്തിലെ അമ്മമാർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത്. സഹോദരികൾ, സ്ത്രീകൾ അവർ വീടുകളിലായിരിക്കും ഇരിക്കുന്നതെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെയും ആശാവർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ്. കാരണം അമ്മമാരെ പോലെയാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും അവരുടെ പൊന്നു മക്കളെ നോക്കുന്നത് എന്ന് ആ അമ്മമാർക്കറിയാം. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കും കുടുംബങ്ങൾക്കും അറിയാം എത്രത്തോളമാണ് നിങ്ങൾ അവരെ പൊന്നുപോലെ നോക്കുന്നത്. കയ്യിൽ നിന്ന് പണമെടുത്ത്, ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അവരുടെ കയ്യിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് ഈ അംഗൻവാടിയിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം പോലും പലപ്പോഴും കൊടുക്കുന്നത്. അതിന്റെ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി പോലും എത്ര നിങ്ങൾക്ക് നടക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതായാലും ഈ ഒരു സ്ത്രീ ശക്തി വലിയൊരു ആവേശമാണ്. ഇനിയും നിങ്ങളുടെ അവകാശങ്ങൾ വളരെ വ്യക്തമായി തന്നെ സർക്കാരിനോട് വിരൽ ചൂണ്ടി പറയുകയാണ്. നിങ്ങൾ പറയുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളും പറയുകയാണ്, ഔദാര്യമല്ല,
അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്, അവകാശമാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഈ സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിൽ, അജയ് ചേട്ടാതെ വിളിച്ചിട്ടുള്ളൂ, ഒരുപാട് ഹൃദയാഭിവാദ്യങ്ങൾ. മുഴുവൻ സഹോദരിമാർക്കും, മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാർ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഒരു വാർണിംഗ് കൂടി സർക്കാരിന് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞ് പറ്റിക്കാനാണ് ശ്രമമെങ്കിൽ ഈ ചർച്ച, ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും, വലിയ വില നൽകേണ്ടി വരും. പറയുന്നത് കേരളത്തിലെ അംഗൻവാടി ടീച്ചർ ഹെൽപ്പർമാരും വർക്കർമാരുമാണ്. അവരോടൊപ്പം പറയുന്നത് മഹിളാ കോൺഗ്രസ് ആണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് അംഗൻവാടി ഫെഡറേഷൻ. താങ്ക് യു. താങ്ക് യു ജെബി മേത്തർ. നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ജെബി ചേട്ടൻ എന്താ പറയണ്ടേ, അത് ഞാൻ അഴിച്ചു കൊടുത്ത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.